ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സേമിയയും പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എരിയൻ പലഹാരമാണ് കേട്ടോ. ആവിയിൽ വേവിക്കുന്ന ഈ ഒരു പലഹാരം നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ വെന്ത് വരുന്ന സമയത്ത് ഇതൊന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. ഒരുപാട് വെള്ളത്തിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇത് നിങ്ങൾ കുറച്ച് വെള്ളത്തിലാണ് വേവിക്കുന്നതെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഊറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് അതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ പോയിട്ട് ആകെ സീനായിട്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ മസാലപ്പൊടികൾ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും. അപ്പോൾ അത് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ 2 പുഴുങ്ങിയ മുട്ട ചെറുതാക്കി മുറിച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ആ മുട്ടയിലേക്ക് മസാലയൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ചു കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതൊന്ന് ആവിയിൽ വേവിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തിട്ട് ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാഴയിലയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ നിരത്തി കൊടുക്കാം. നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മൾ മാവിന് പകരം ഈ സേമിയാണ് നിരത്തുന്നതെന്ന് മാത്രം. അതിൻ്റെ മുകളിലുമായിട്ട് ഈ മസാല നമുക്ക് ആവശ്യമുള്ള അത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇലയുടെയൊക്കെ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഇതൊന്ന് മടക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ആവിയിൽ വേവിക്കുമ്പോഴേക്കും ഈ സേമിയയിൽ ഈ മസാലയൊക്കെ കോഴിമുട്ടയുടെ ആ മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് രണ്ടും കൂടെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് ആവി ആയിട്ടെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു പലഹാരം ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്